സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. RRB JEE CBT1 എക്സാം കഴിഞ്ഞു. അതിൻ്റെ റെസ്പോൺസ് ഷീറ്റും അവൈലബിൾ ആണ്. ഇനി നമുക്ക് RRB JEE CBT2 എക്സാമിനായിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. CBT2 എക്സാമിൻ്റെ ഡേറ്റ് ഡിക്ലെയർ ചെയ്തിട്ടില്ല. പക്ഷേ 2019 RRB JEE എക്സാം കലണ്ടർ പരിശോധിക്കുകയാണെങ്കിൽ 2019 മെയ് മാസം നടന്ന CBT1 എക്സാമിൻ്റെ തുടർച്ചയായി 2 മാസങ്ങൾക്കപ്പുറം 2019 ഓഗസ്റ്റ് മാസം CBT2 എക്സാം നടന്നതായി കാണാം. അങ്ങനെയെങ്കിൽ 2024 ഡിസംബർ മാസത്തിൽ നടന്ന CBT1 എക്സാമിൻ്റെ തുടർച്ചയായിട്ടുള്ള CBT2 എക്സാം 2 മാസങ്ങൾക്കപ്പുറം 2025 മാർച്ച് ആദ്യ ആഴ്ച തന്നെ എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ നോക്കുമ്പോൾ CBT2 എക്സാം പ്രിപ്പറേഷനായി ഇനി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പരമാവധി സമയം 60 ദിവസമാണ്. ഈ 60 ദിവസം കൊണ്ട് എങ്ങനെ CBT2 എക്സാമിന് പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. CBT2ൻ്റെ സിലബസ് നിങ്ങൾ പരിശോധിക്കുമ്പോൾ 50 മാർക്ക് നോൺ ടെക്നിക്കൽ സബ്ജക്ട്സിനും 100 മാർക്ക് ടെക്നിക്കൽ സബ്ജക്റ്റിനുമായി ഡിവൈഡ് ചെയ്തിരിക്കുന്നതായി കാണാം. ഈ ടെക്നിക്കൽ സബ്ജക്റ്റിൽ തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിൽ സെലക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർ എങ്ങനെയാണ് ഇനിയുള്ള 60 ദിവസം കൊണ്ട് എഫിഷ്യൻ്റായി ഈ സിലബസ് കവർ ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹൗ ടു അപ്രോച്ച് RRB JEE CBT2 ഫോർ ഇലക്ട്രോണിക്സ് സിലബസ്. ഇന്നത്തെ നമ്മുടെ സെഷൻ്റെ ഹൈലൈറ്റ്സ് RRB JEE CBT2 സിലബസ് അനാലിസിസ്, സബ്ജക്റ്റ് വൈസ് വെയിറ്റേജ് അനാലിസിസ്, then important areas in syllabus, then question pattern and difficulty level from each areas, then preparation strategy. അതായത് സിലബസ് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുക, സിലബസിലെ ഓരോ സബ്ജക്റ്റിനുമുള്ള വെയിറ്റേജ് എത്രയെന്ന് അനലൈസ് ചെയ്യുക, ഓരോ സബ്ജക്റ്റിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണെന്ന് അനലൈസ് ചെയ്യുക, ആ ഏരിയാസിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അതിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണോ അതോ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണോ, കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണോ, ഫോർമുല ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യുക. ഒപ്പം ആ ക്വസ്റ്റ്യൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ എങ്ങനെയാണ്, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണോ ആ പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് ചോദിക്കുക, അതോ മോഡറേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണോ അതോ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണോ ചോദിക്കുക. ഇന്ന കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുക. ഒപ്പം എങ്ങനെയാണ് ഈ ഓരോ ഏരിയാസും പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സിലബസ് നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ജനറൽ അവയർനെസ് 15 മാർക്സിന് ചോദിക്കും, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി 15 മാർക്സിന് ചോദിക്കും, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ആപ്ലിക്കേഷൻസ് 10 മാർക്സിന് ചോദിക്കും, ബേസിക്സ് ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ 10 മാർക്സിന് ചോദിക്കും, പിന്നീട് ടെക്നിക്കൽ എബിലിറ്റീസ് 100 മാർക്സിന് ചോദിക്കും. ഈ ടെക്നിക്കൽ എബിലിറ്റീസ് 100 മാർക്സിന് ചോദിക്കുന്നത് എങ്ങനെ ഇനിയുള്ള 60 ദിവസം കൊണ്ട് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പം നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ CBT2 എക്സാമിന് നമുക്കുള്ള സമയം 120 മിനിറ്റ്സ് ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ടു ബി ആൻസേർഡ് ഇൻ 120 മിനിറ്റ്സ് എന്നുള്ളത് 150 ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കിട്ടുന്ന പരമാവധി സമയം 48 സെക്കൻഡാണ്. ഈ 48 സെക്കൻഡ് കൊണ്ട് ആൻസർ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ടെക്നിക്കൽ പോർഷനിൽ നിന്നും ചോദിക്കുക. നമുക്ക് സിലബസ് ഒന്ന് നോക്കാം. ഇലക്ട്രോണിക്സിൻ്റെ സിലബസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിനെ മെയിൻലി 10 മൊഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നതായി കാണാം. ഏതൊക്കെയാണ് മൊഡ്യൂൾസ്? ഇലക്ട്രോണിക് കമ്പോണൻസ് ആൻഡ് മെറ്റീരിയൽസ്, ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സ്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, ദെൻ മൈക്രോ പ്രൊസസ്സർ ആൻഡ് മൈക്രോ കൺട്രോളർ, ഇലക്ട്രോണിക് മെഷർമെൻറ്റ്, കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ലീനിയർ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്, ഡേറ്റ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നെറ്റ്വർക്ക്, കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്, ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. ഇതാണ് ഇലക്ട്രോണിക്സിൻ്റെ സിലബസിലുള്ള 10 മൊഡ്യൂളുകൾ. ഇതിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങും ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങും ഇലക്ട്രോണിക്സിൽ നിന്നും വെളിയിൽ നിന്നും ചോദിക്കുന്ന ഏരിയാസാണ്. ഇവിടെ സിലബസ് ഡീറ്റെയിൽ ആയി പരിശോധിക്കുകയാണെങ്കിൽ സിലബസിൽ ഓരോ സബ് ടോപ്പിക്കുകൾ പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ സ്പെസിഫിക് ആയി ഓരോ മൊഡ്യൂൾസിൻ്റെയും വെയിറ്റേജ് കൊടുത്തിട്ടില്ല എന്ന് കാണാം. കേരള PSC എക്സാംസിനാണെങ്കിൽ ഓരോ മൊഡ്യൂൾസിൻ്റെയും വെയിറ്റേജ് ഇൻഡിവിജ്വലായി സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാകും.
ഇവിടെ നമുക്ക് അങ്ങനെ വെയിറ്റേജ് ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ ഏതെങ്കിലും ഒരു ഏരിയ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൊഡ്യൂൾ ലെസ് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമുക്ക് ബ്ലൈൻഡായി പറയാൻ കഴിയില്ല. പക്ഷെ നമ്മുടെ പക്കൽ ഇനിയുള്ള സമയം 60 ദിവസമാണ്. ഈ 60 ദിവസം കൊണ്ട് എങ്ങനെ എഫിഷ്യൻ്റായി സ്മാർട്ടായി ഈ ഏരിയാസ് കവർ ചെയ്യാമെന്ന് നോക്കണമെങ്കിൽ ഇതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തേ മതിയാകും. എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും? അതിന് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും എളുപ്പമായ മാർഗം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുക. അവിടെ ഫ്രീക്വൻ്റ് ആയി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയാസ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അതിന് കൂടുതൽ വെയിറ്റേജ് നൽകി പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഡീറ്റെയിൽഡ് അനാലിസിസ് നമ്മളിവിടെ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ബേസിൽ ഒരു സ്റ്റഡി സ്ട്രാറ്റജി നമ്മൾ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സിലബസ് നമുക്ക് ഈ അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യാൻ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ഒന്ന് സിലബസ് ഡീറ്റെയിൽഡായി അനലൈസ് ചെയ്യണം. ദെൻ RRB-JEE പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അത് ഡീറ്റെയിൽഡായിട്ട് അനലൈസ് ചെയ്യണം. ദെൻ അതർ ഡിപ്ലോമ ലെവൽ എക്സാംസ്, DMRC പോലെയുള്ള വേറെ ഡിപ്ലോമ ലെവൽ എക്സാംസ്, സെയിം ക്വാളിഫിക്കേഷൻ ആവശ്യമായിട്ടുള്ള എക്സാംസ് ഉണ്ടാകും. അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യുക. ഈ 3 അനാലിസിസിൻ്റെയും ബേസിൽ നമുക്ക് ഒരു വ്യക്തമായ സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാൻ കഴിയും. അപ്പോൾ അത് നിങ്ങൾ ചെയ്യേണ്ട, അത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ സ്ട്രാറ്റജിയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. നോക്കൂ, സിലബസ് ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്താൽ അതിനകത്ത് ഏതൊക്കെ സബ്ജക്ട്സ് ഉണ്ടെന്നും ഓരോ സബ്ജക്റ്റിൽ നിന്നും എന്തൊക്കെ ടോപ്പിക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്, ഏതൊക്കെ സബ് ടോപ്പിക്സ് ഉണ്ടെന്നും അറിയാൻ കഴിയും. അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്താൽ ഏതൊക്കെ കോൺസെപ്റ്റുകൾ കവർ ചെയ്യുന്നുണ്ട്, അതിൽ തന്നെ ഹൈ വെയിറ്റേജ് ഏരിയാസ് ഏതൊക്കെയാണ്, ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചേക്കുന്നത്, മറ്റ് എക്സാമുകൾക്ക് വേറെ ഡിപ്ലോമ ലെവൽ എക്സാംസിന് സിമിലർ പാറ്റേണിലുള്ള എക്സാംസിന് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ സബ്ജക്ട്സും ടോപ്പിക്സും സബ് ടോപ്പിക്സും ഒക്കെ അറിയാമെങ്കിൽ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാൻ കഴിയും. ഒപ്പം ഏതൊക്കെയാണ് ഹൈ വെയിറ്റേജ് ഏരിയാസ്, എന്തൊക്കെ കോൺസെപ്റ്റുകളാണ് കവർ ചെയ്യേണ്ടത്, ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് എന്നൊക്കെ അറിയാമെങ്കിൽ ഇതിൻ്റെ ബേസിൽ നിങ്ങൾക്ക് ഒരു സ്റ്റഡി സ്ട്രാറ്റജിയും ഡെവലപ്പ് ചെയ്യാൻ കഴിയും. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. RRB-JEE CBT2 ഇലക്ട്രോണിക് സിലബസിലെ സബ്ജക്റ്റുകളുടെ വെയിറ്റേജ് നമുക്ക് പരിശോധിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു, സ്പെസിഫിക് ആയിട്ട് ഓരോ സബ്ജക്റ്റിൻ്റെയും വെയിറ്റേജ് സിലബസിൽ മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ അനാലിസിസിലൂടെ നമുക്ക് ഏത് സബ്ജക്റ്റിൽ നിന്നാണ് ഡീറ്റെയിൽ ആയി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ കൂടുതലായി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്ന് കണ്ടെത്താൻ കഴിയും. അത്തരത്തിലുള്ള ഒരു അനാലിസിസ് ഈ കഴിഞ്ഞ 2019 നടന്ന RRB-JEE എക്സാമിൻ്റെ അനാലിസിസ് നമ്മൾ നടത്തിയിട്ടുണ്ട്. ആ അനാലിസിസ് നിങ്ങൾ പരിശോധിക്കുമ്പോൾ ഇലക്ട്രോണിക്സ് കമ്പോണൻസ് ആൻഡ് മെറ്റീരിയൽസ് എന്ന പോർഷനിൽ നിന്നും ഓൾമോസ്റ്റ് 13 ക്വസ്റ്റ്യൻസ് 2 ഷിഫ്റ്റിലും ചോദിച്ചിട്ടുള്ളതായിട്ട് കാണാം. അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സ് എന്ന പോർഷനിൽ നിന്നും ഓൾമോസ്റ്റ് 12 or 11 ക്വസ്റ്റ്യൻസ് 2 ഷിഫ്റ്റിലും ചോദിച്ചിട്ടുള്ളതായിട്ട് കാണാം. അപ്പോൾ ഇലക്ട്രോണിക് കമ്പോണൻസ് ആൻഡ് മെറ്റീരിയൽസിൽ എന്താണ് നമ്മൾ പഠിക്കുന്നത്? കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, ദെൻ ജോയിൻറ്റിങ് ആൻഡ് ക്ലീനിങ്, MCBs, ഇങ്ങനെ സ്വിച്ചസ്, റിലേസ്, ഇതൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ ബേസിക് ഇലക്ട്രോണിക് കമ്പോണൻസിനെ പറ്റിയാണ് ഈ ആദ്യത്തെ പോർഷനിൽ ഇലക്ട്രോണിക് കമ്പോണൻസ് ആൻഡ് മെറ്റീരിയൽസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സിലോ ഇത് കുറച്ചുകൂടി ഡയോഡ്സ്, ട്രാൻസിസ്റ്റേഴ്സ്, ആംപ്ലിഫയേഴ്സ്, ഓസിലേറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ് അനലോഗ് ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. മൾട്ടി വൈബ്രേറ്റർ മുതലായ പോർഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഭാഗമാണ് ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സ്. ഇത് രണ്ടും ഇലക്ട്രോണിക്സ് കമ്പോണൻസ് ആൻഡ് മെറ്റീരിയൽസിന്റെ പിന്തുടർച്ചയായി വരുന്നതാണ് ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സ്. അപ്പോൾ ഇതിനെ രണ്ടുപേരെയും നമുക്ക് ഒരു കാറ്റഗറിയിൽ പെടുത്താം. അപ്പോൾ ഈ കാറ്റഗറി നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ 2 പോർഷനിൽ നിന്നുമായി ഓൾമോസ്റ്റ് 25 or 24 ക്വസ്റ്റ്യൻസ് 2 ഷിഫ്റ്റിലുമായിട്ട് ചോദിച്ചിട്ടുള്ളതായി കാണാം. അതായത് ആകെയുള്ള 100 മാർക്കിൻ്റെ 25% ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ നിന്നുമാണ് ചോദിച്ചിട്ടുള്ളത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്ത് നോക്കുക. 25% ക്വസ്റ്റ്യൻസ് ഈ 2 ടോപ്പിക്കുകളിൽ നിന്നുമാണ് ചോദിച്ചിട്ടുള്ളതെന്ന് കാണാം.
ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണ്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് പരിശോധിക്കുകയാണെങ്കിൽ 2 ഷിഫ്റ്റിലും 2019 31 ഓഗസ്റ്റിൽ നടന്ന ഷിഫ്റ്റും 2019 1 സെപ്റ്റംബറിൽ നടന്ന 2 ഷിഫ്റ്റിലും 13 ക്വസ്റ്റ്യൻസ് വീതം ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതൊക്കെയാണ് നമുക്കറിയാം. നമ്പർ സിസ്റ്റംസ്, ദെൻ ബൈനറി കോഡ്സ്, കോമ്പിനേഷണൽ ആൻഡ് ലോജിക് സർക്യൂട്ട്സ്, ദെൻ ലോജിക് ഗേറ്റ്സ്, സീക്വൻഷ്യൽ സർക്യൂട്ട്സ്, DAC, ADC, കൗണ്ടർ മുതലായവയൊക്കെയാണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്. അതിനകത്തു നിന്ന് 13 ക്വസ്റ്റ്യൻസോളം ചോദിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സിന്റെ തുടർച്ചയായിട്ട് വരുന്ന ഭാഗമാണ് മൈക്രോ പ്രോസസ്സർ ആൻഡ് മൈക്രോ കൺട്രോളർ. ഇതിൽ മൈക്രോ പ്രോസസ്സർ റിലേറ്റഡ് ആണ് കൂടുതൽ ക്വസ്റ്റ്യൻസും ചോദിക്കുക. മൈക്രോ കൺട്രോളറിന്റെ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ എന്ന് കാണാം. മൈക്രോ പ്രോസസ്സർ റിലേറ്റഡ് ആയിട്ട് ഏകദേശം 6 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 5 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതായിട്ട് കാണാം. അപ്പോൾ മൈക്രോ പ്രോസസ്സറിൽ തന്നെ അതിലെ ഇൻസ്ട്രക്ഷനിൽ നിന്നുമാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ദെൻ മൈക്രോ പ്രോസസ്സറിന്റെ ആർക്കിടെക്ചർ ബേസ്ഡും ഇൻസ്ട്രക്ഷൻസ് ബേസ്ഡുമായിട്ടാണ് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചു കണ്ടിട്ടുള്ളത്. അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഡയറക്റ്റ് പ്രോഗ്രാമിംഗുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതായിട്ട് കണ്ടിട്ടില്ല. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇമ്പോർട്ടൻറ്റ് വെയിറ്റേജ് ഉള്ള ഒരു ഭാഗമാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്. അപ്പോൾ ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട ഭാഗമല്ല കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്, ബട്ട് ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ് കോഡിങ്ങും അത്യാവശ്യം പ്രോഗ്രാമിങ്ങും അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നുള്ളത് കൊണ്ട് ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ടോപ്പിക്കാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്. അപ്പോൾ ഇതിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കുന്നത്? CPP മുതലായ ഹൈ ലെവൽ ലാംഗ്വേജസിൻ്റെ ബേസിക്സ്, അതിലെ ഡേറ്റ ടൈപ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ്, ദെൻ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒപ്പം DBMS റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗിൽ പഠിക്കുന്നത്. ഈ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗിലെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഐഡന്റിഫൈ ആണെങ്കിൽ 14 മുതൽ 15 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 14-13 ക്വസ്റ്റ്യൻസ് ഒക്കെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗിൽ നിന്ന് ചോദിച്ചിട്ടുള്ളതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു ഏരിയ മാത്രം നിങ്ങൾ പരിശോധിച്ചാൽ ഇവിടെ നിന്ന് തന്നെ 43-ഉം 14-ഉം 57 ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ നിന്ന് മാത്രം 100 ക്വസ്റ്റ്യൻസിൽ ഏകദേശം 57ഓളം ചോദ്യങ്ങൾ ഈ ഒരു പോർഷനിൽ നിന്ന് മാത്രം ചോദിച്ചിട്ടുള്ളതായിട്ട് കാണാൻ കഴിയും. വേറെ ഏതൊക്കെയാണ് നമ്മുടെ ഏരിയാസ്? ദെൻ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. സോ ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാർ, S&Tയിലൊക്കെ വർക്ക് ചെയ്യേണ്ടി വരുന്ന ആൾക്കാർ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു ഏരിയയാണ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. ഈ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിനും നിങ്ങൾ ഓരോ ഷിഫ്റ്റിലെയും ക്വസ്റ്റ്യൻസ് അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം നല്ല വെയിറ്റേജ് 13 അല്ലെങ്കിൽ 12 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ ചോദിച്ചിട്ടുള്ളതായിട്ട് കാണാം. കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗുമായിട്ട് തന്നെ ബന്ധപ്പെട്ട പോർഷനാണ് ഡേറ്റ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നെറ്റ്വർക്കിംഗ്. അവിടെ നിന്നും നമുക്ക് ഏകദേശം 8 മുതൽ 11 ചോദ്യങ്ങൾ വരെ ചോദിച്ചിട്ടുള്ളതായിട്ട് കാണാൻ കഴിയും. അതായത് ഈ 2 ഏരിയയിൽ നിന്നുമായി ഏകദേശം 23 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത അത്രയും ഭാഗത്തു നിന്നും 57 ക്വസ്റ്റ്യൻസും ഈ 23 ക്വസ്റ്റ്യൻസ് കൂടെ ആകുമ്പോൾ ഏകദേശം 80 ക്വസ്റ്റ്യൻസോളം ഈ ഇത്രയും ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുള്ളതായിട്ട് കാണാൻ കഴിയും. ദെൻ ലീനിയർ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിങ്ങൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ LIC അല്ലെങ്കിൽ ഒപ്പാംപ് റിലേറ്റഡ് സർക്യൂട്ട്സിൽ നിന്ന് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ ചോദിച്ചിട്ടുള്ളൂ. 2 to 3 ക്വസ്റ്റ്യൻസ് ആണ് മോസ്റ്റ്ലി പ്രീവിയസ് ഇയറിൽ ഈ ഭാഗത്തു നിന്നും ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ പഠിക്കേണ്ട എന്തൊക്കെയാണ്? പഠിക്കാനുള്ള പോർഷൻസും കുറവാണ്. ഒപ്പാംപ് എന്താണെന്ന് പഠിക്കണം. ഒപ്പാമ്പിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒപ്പാമ്പിൻ്റെ ലീനിയർ ആപ്ലിക്കേഷൻസ്, ദെൻ നോൺ ലീനിയർ ആപ്ലിക്കേഷൻസ്, ഫേസ് ലോക്ക് ലൂപ്പ്, ഒപ്പാമ്പ് ഉപയോഗിച്ചിട്ടുള്ള വോൾട്ടേജ് റെഗുലേറ്റേഴ്സ്, ഇത്രയും കാര്യങ്ങളാണ് സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഏരിയാസ് ആണ് ഇലക്ട്രോണിക് മെഷർമെൻറ്റ്സ്. ഇപ്പോൾ ഇലക്ട്രോണിക് മെഷർമെൻറ്റിന് നോക്കുകയാണെങ്കിൽ അവിടെ നിന്നുള്ള വെയിറ്റേജ് ഏകദേശം 4 to 7 മാർക്സ് ഇലക്ട്രോണിക് മെഷർമെൻറ്റിൽ നിന്നും. ദെൻ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, അപ്പോൾ അത് പലരും ഒഴിവാക്കുന്ന ഒരു പോർഷനാണ്, പക്ഷേ നല്ല വെയിറ്റേജ് ഉണ്ട്. ഏകദേശം 8 to 10 മാർക്സ് ബേസിക്കൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്നും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതായത് 2019 അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തു വരുമ്പോൾ കാണുന്ന സ്ട്രാറ്റജി. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ആ സമയത്ത് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് ഏതൊക്കെ ഏരിയകളിൽ നിന്നാണെന്നുള്ളത്. ഇലക്ട്രോണിക് കമ്പോണൻസ് ആൻഡ് മെറ്റീരിയൽസ്, ഇലക്ട്രോണിക് ഡിവൈസസ്, ദെൻ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്,
ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്. ഇത്രയും ഏരിയയിൽ നിന്നാണ് പരമാവധി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു സ്റ്റഡി സ്ട്രാറ്റജി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇവൻ ദോ നിങ്ങളുടെ സിലബസിൽ സ്പെസിഫിക് ആയിട്ട് ഓരോ സബ്ജക്റ്റിൻ്റെയും വെയിറ്റേജ് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിലും ഈ പറഞ്ഞ മൊഡ്യൂൾസിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതുകൊണ്ട് മറ്റു മൊഡ്യൂൾസ് ഒന്നും പഠിക്കേണ്ട എന്നല്ല, കാരണം നമുക്കിതൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. എങ്കിലും ജനറലി നമ്മൾ കണ്ടുവരുന്ന ഒരു പാറ്റേൺ ഇതാണ് എന്നുള്ളത് കൊണ്ട് ഈ ഏരിയകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു വേണം നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ഇത് നോക്കൂ. ഈ 60 ദിവസം കൊണ്ട് ഈ ഏരിയകളെല്ലാം കൂടി കവർ ചെയ്യുക എന്നുള്ളത് ഒരു ഹെർക്കൂലിയൻ ടാസ്ക്കാണ്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട്സ് മനസ്സിലാക്കി അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെ മാക്സിമം ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ വേണം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് എന്ന് നോക്കാം. ഇലക്ട്രോണിക്സ് കമ്പോണൻസ് ആൻഡ് മെറ്റീരിയലിലെ ഇമ്പോർട്ടൻ്റ് ഏരിയാസ് നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. മെയിൻലി ക്വസ്റ്റ്യൻസ് എല്ലാം കണ്ടക്ടേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ്, NCB ആൻഡ് കണക്ടേഴ്സ് എന്നീ ഏരിയകളിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ നിങ്ങൾ നോക്കുമ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ അറിയാമെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ന്യൂമറിക്കൽസും അല്ലെങ്കിൽ അധികം ഫോർമുല ബേസ്ഡുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇവിടെ ചോദിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒരുപാട് കോൺസെപ്റ്റുവൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടില്ല. ഇനി നിങ്ങൾ ഇലക്ട്രോണിക് ഡിവൈസസ് നോക്കുകയാണെങ്കിൽ മെയിൻലി ആംപ്ലിഫയർ, BJT, ഡയോഡ്, ട്രയോഡ് സർക്യൂട്ട്സ്, റെക്ടിഫയർ, ഇതിൽ നിന്നൊക്കെയാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ഈസി ടു മോഡറേറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഡിഫിക്കൽട്ടി ലെവൽ നോക്കുമ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, എന്നാൽ ഒന്ന് ആലോചിച്ചാൽ മാത്രം ആൻസർ ചെയ്യാൻ കഴിയുന്ന ക്വസ്റ്റ്യൻസും ഈ ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ദെൻ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് പരിശോധിക്കുകയാണെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസും ചോദിച്ചിരിക്കുന്നത് നമ്പർ സിസ്റ്റത്തിൽ നിന്നാണെന്ന് കാണാൻ കഴിയും. നമ്പർ സിസ്റ്റത്തിൽ നിന്ന് ഓൾമോസ്റ്റ് 5 അല്ലെങ്കിൽ 4 ക്വസ്റ്റ്യൻസ് എല്ലാ ഷിഫ്റ്റിലും ചോദിച്ചിട്ടുണ്ട്. സോ പരമാവധി ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കുന്നത് നമ്പർ സിസ്റ്റത്തിൽ നിന്നാണ്. ദെൻ സീക്വൻഷ്യൽ ആൻഡ് ലോജിക് സർക്യൂട്ട്സിൽ നിന്നും, കോമ്പിനേഷണൽ സർക്യൂട്ട്സിൽ നിന്നും, കൗണ്ടേഴ്സിൽ നിന്നും അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്ന് നോക്കുമ്പോൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ നിന്ന് കൂടുതലായും തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്, ഫോർമുല ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. എല്ലാ രീതിയിലുമുള്ള ക്വസ്റ്റ്യൻസ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. മൈക്രോ പ്രൊസസ്സർ കൺസിഡർ ചെയ്യുമ്പോൾ മെയിൻലി ഞാൻ ഓൾറെഡി പറഞ്ഞു, ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് 8085 വർക്കിംഗ്, അതിൻ്റെ ആർക്കിടെക്ചർ, അതുമായി ബന്ധപ്പെട്ടും ഇൻസ്ട്രക്ഷൻ സെറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് കൂടുതൽ ക്വസ്റ്റ്യൻസും ചോദിക്കുന്നത്. അത് തന്നെ കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്, അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. എന്താണ് അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതെന്നൊക്കെ നമുക്ക് ഈ സെഷൻ്റെ എൻഡിൽ ഡീറ്റെയിൽ ആയിട്ട് കാണാം. ക്വസ്റ്റ്യൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ നിങ്ങൾ നോക്കുമ്പോൾ ഈസി ടു മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് മൈക്രോ പ്രോസസ്സറിൽ നിന്ന് ചോദിച്ചേക്കുന്നത്. ഇവിടെ നോക്കൂ, കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് വളരെയധികം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന, നല്ല വെയിറ്റേജ് ഉള്ള, ഓൾമോസ്റ്റ് 15 അല്ലെങ്കിൽ 14 to 15 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന നല്ല വെയിറ്റേജ് ഉള്ള ഒരു ഏരിയയാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്. അപ്പോൾ ഇവിടെ മെയിൻലി ചോദിക്കുന്നത് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്, തിയററ്റിക്കൽ അല്ലെങ്കിൽ കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഞാൻ ഒരു ക്വസ്റ്റ്യനിലും ഇതുവരെ ഒരു കോഡ് സ്നിപ്പറ്റ് തന്ന് അതിൻ്റെ ഔട്ട്പുട്ട് എന്താണ് എന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ കണ്ടിട്ടില്ല. കൂടുതലും കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റുകളും അല്ലെങ്കിൽ സ്പെസിഫിക് സ്ട്രിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫങ്ഷൻസ് ഏതൊക്കെയാണ്, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ ഡേറ്റ ടൈപ്പുകളെ പറ്റിയോ ഓപ്പറേറ്ററുകളെ പറ്റിയോ ഒക്കെയുള്ള ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ്, അല്ലാതെ കോഡ് സ്നിപ്പറ്റ്സ് തന്നിട്ട് ഔട്ട്പുട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻസും ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് സ്ട്രിങ് ഫങ്ഷൻസ്, കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്, ദെൻ അറേ പറ്റി, എങ്ങനെയാണ് അറേ ഇനിഷ്യലൈസ് ചെയ്യുന്നത്, അറേയുടെ സൈസ് എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, ദെൻ ഡേറ്റ സ്ട്രക്ചറിൽ DBMS അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, ഇവിടെയൊക്കെയാണ് നമ്മൾ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ദെൻ അടുത്ത പോർഷൻ ഏതൊക്കെയാണെന്ന് നോക്കൂ. അടുത്ത പോർഷൻ നോക്കൂ, കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വളരെ വെയിറ്റേജ് ഉള്ള ഒരു പോർഷനാണ്. 13 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയ ആണ്. അപ്പോൾ ഇവിടെ മെയിൻലി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് മോഡുലേഷൻ ടെക്നിക്സ്, റഡാർ, സെല്ലുലാർ ആൻഡ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, ഈ ഏരിയയിൽ നിന്നുമാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ ഒരുപാട് ഡെപ്തിലുള്ള ന്യൂമറിക്കൽസ് ഒന്നും ചോദിച്ചിട്ടുള്ളതായിട്ട് കാണാൻ കഴിയില്ല.
ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. പക്ഷേ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന്റെ സിലബസ് വളരെ വാസ്റ്റ് ആണ്. അതായത് മോഡുലേഷൻ ടെക്നിക്സ് എന്ന് മാത്രമേ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നിങ്ങൾ നോക്കുമ്പോൾ മോഡുലേഷൻ ടെക്നിക്സ് നോക്കുമ്പോൾ നമുക്ക് അനലോഗ് മോഡുലേഷനുമുണ്ട്, ഡിജിറ്റൽ മോഡുലേഷനുമുണ്ട്. പക്ഷെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ചാൽ ഡിജിറ്റൽ മോഡുലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടേ ഇല്ല എന്ന് കാണാൻ കഴിയും. 2019 ഷിഫ്റ്റിൽ ഡിജിറ്റൽ മോഡുലേറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുള്ളതായി കാണാൻ കഴിയില്ല. മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിലും അതുപോലെ ഫ്രീക്വൻസി മോഡുലേഷനും ഫേസ് മോഡുലേഷനുമായ അനലോഗ് മോഡുലേഷൻ ടെക്നിക്കുകളിലാണ് പൂർണ്ണമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ പ്രാവശ്യവും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ കഴിയില്ല. എങ്കിലും മെജോറിറ്റിയും അങ്ങനെ തന്നെ വരാനാണ് സാധ്യത. കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ അങ്ങനെ തന്നെ വരാനാണ് സാധ്യത. പക്ഷെ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന്റെ ഒരു പ്രത്യേകത അതിൽ എല്ലാ ഏരിയയും ടച്ച് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് ഇൻഡെപ്ത് കോൺസെപ്റ്റ് ഒന്നും ആവശ്യമില്ലെങ്കിൽ പോലും എല്ലാ ഏരിയയും ഒന്ന് ടച്ച് ചെയ്ത് ഒരു ക്വസ്റ്റ്യനെങ്കിലും നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് അവിടെ അത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ പെട്ടെന്നാണെങ്കിൽ പോലും കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന്റെ ഒരുപാട് ഡെപ്തിലേക്ക് പോയില്ലെങ്കിലും എല്ലാ ഏരിയയിലും ഒന്ന് ടച്ച് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് പരമാവധി മാർക്ക് ഇവിടെ നിന്ന് സ്കോർ ചെയ്യാൻ കഴിയുള്ളൂ. ഡെപ്തിൽ പഠിക്കുന്നത് എപ്പോഴും നല്ലതാണ്. പക്ഷേ 60 ദിവസത്തിനുള്ളിൽ നമ്മൾ ഈ സിലബസ് കവർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കൂടുതൽ സ്മാർട്ടായിട്ട് വേണം നമ്മൾ സിലബസിനെ അപ്രോച്ച് ചെയ്യാൻ. കൂടുതൽ സ്മാർട്ടായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയിൽ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അപ്പോൾ അത് നമ്മൾ ക്വസ്റ്റ്യൻസ് PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്ത് ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കി വേണം ചെയ്യാൻ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, ഫോർമുല ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പക്ഷെ ഒരുപാട് ഡെപ്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല എന്നല്ല, വളരെ കുറച്ച് ചോദ്യങ്ങൾ. ഇപ്പം ഡിഫിക്കൽട്ട് ലെവലിലുള്ള 1-2 ക്വസ്റ്റ്യൻസേ ഈ 2 ഷിഫ്റ്റിൽ നടന്ന 26 ക്വസ്റ്റ്യൻസിൽ 1-2 ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് ഡിഫിക്കൽട്ട് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളൂ. ബാക്കി മെജോറിറ്റി ക്വസ്റ്റ്യൻസും ഈസി ലെവലിലുള്ളതാണ്. വെരി ഫ്യൂ ക്വസ്റ്റ്യൻസ് മോഡറേറ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. ഇനി ഡേറ്റ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നെറ്റ്വർക്കിംഗ് ചോദിക്കുകയാണെങ്കിൽ ഇത് ഇന്റർനെറ്റ് വർക്കിംഗ്, ഇൻട്രൊഡക്ഷൻ ടു നെറ്റ്വർക്കിംഗ് ഡിവൈസസ്, LAN, WAN എന്നിവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. കൂടുതലും ഇവിടെ ന്യൂമറിക്കൽസ് ഒന്നും തന്നെ ചോദിച്ചു കണ്ടിട്ടില്ല. കോൺസെപ്ച്വൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസും നമുക്ക് വേണമെങ്കിൽ ഈ ഡേറ്റ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമാണ് എന്ന് കരുതാം. നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ട് ഇത് ഡേറ്റ കമ്മ്യൂണിക്കേഷനിലെ ക്വസ്റ്റ്യൻ ആണ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. കുറച്ച് ക്വസ്റ്റ്യൻസ് നെറ്റ്വർക്കിംഗ് ഡിവൈസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഇത് ഡേറ്റ കമ്മ്യൂണിക്കേഷനിൽ നിന്ന് ചോദിച്ചതാണോ അതോ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ നിന്ന് ചോദിച്ചതാണോ എന്ന് കൃത്യമായിട്ട് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ കഴിയില്ല. 2 ഏരിയയും കവർ ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസും ഇതിനകത്തുനിന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ ഇത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ 100% നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. പക്ഷെ കവർ ചെയ്യണം. ഈ പോർഷൻസ് നന്നായിട്ട് കവർ ചെയ്താൽ മാത്രമേ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത ഏരിയ നിങ്ങൾ നോക്കൂ, ലീനിയർ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു, വെയിറ്റേജ് വളരെ കുറഞ്ഞ ഒരു ഏരിയയാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ അനാലിസിസിൽ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് തിയറി ബേസ്ഡ് ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് മാത്രമേ 2019 ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുള്ളൂ. ഇലക്ട്രോണിക് മെഷർമെൻറ്റ്, ഇവിടെ ഒരു 4 to 6 ക്വസ്റ്റ്യൻസ്, സംടൈംസ് 7 ക്വസ്റ്റ്യൻസ് അതാണ് ഈ ഏരിയയിൽ നിന്നും ചോദിച്ചിട്ടുള്ളത്. അത് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസും ഫോർമുല ബേസ്ഡ് ക്വസ്റ്റ്യൻസും ഈവൻ ന്യൂമറിക്കൽസും ഈ ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. മെയിൻലി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് മെഷറിംഗ് സിസ്റ്റം, റേഞ്ച് എക്സ്റ്റൻഷൻ മെത്തേഡ്, CRO എന്നിവയിലാണ്. ക്വസ്റ്റ്യൻസ് എല്ലാം ഒരു ഈസി ടു മോഡറേറ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നിന്ന് ചോദിച്ചേക്കുന്നത്. ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, അവിടെ നമുക്ക് തിയറി ബേസ്ഡ്, കോൺസെപ്റ്റ് ബേസ്ഡ്, ഫോർമുല ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, ന്യൂമറിക്കൽസ് എല്ലാം ചോദിച്ചിട്ടുണ്ട്. 8 to 10 മാർക്സിന് അവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഈസി ടു മോഡറേറ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ സിലബസിൻ്റെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് കണ്ടു. ഒപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ഏതൊക്കെയാണെന്നും ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഓരോ ഏരിയയിൽ നിന്നും ചോദിക്കുന്നതെന്നും അതിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ എന്താണെന്നും മനസ്സിലാക്കി കഴിഞ്ഞു. ഇതിൻ്റെ ബേസിൽ വേണം നമ്മൾ ഒരു സ്റ്റഡി സ്ട്രാറ്റജി പ്രിപ്പയർ ചെയ്യാൻ. നിങ്ങൾ ഓവറോൾ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്ത് ക്വസ്റ്റ്യൻ പാറ്റേൺ നോക്കുകയാണെങ്കിൽ 2019
നോക്കൂ, 82% ക്വസ്റ്റ്യൻസ്, 82% ക്വസ്റ്റ്യൻസും തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണെന്ന് കാണാൻ കഴിയും. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് 14% മാത്രമേ ഉള്ളൂ. അത് തന്നെ പല ക്വസ്റ്റ്യൻസിനെയും ന്യൂമറിക്കൽ എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് തന്നെ സംശയമുണ്ട്. കാരണം ഡയറക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് മെജോറിറ്റിയും ചോദിച്ചിട്ടുള്ളത്. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരു 4-5 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ നമുക്ക് ടൈം കൺസ്യൂമിംഗ് ആയിട്ട് 2019 ന്യൂമറിക്കൽ സെഷനിൽ ചോദിച്ചിട്ടുള്ളത്. ലോജിക്കൽ ക്വസ്റ്റ്യൻസ് തീരെ കുറവാണ്. അനലിറ്റിക്കൽ അല്ലെങ്കിൽ ലോജിക്കൽ ക്വസ്റ്റ്യൻസ് ഒരു 4 ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുള്ളൂ, ഒരു 4% ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുള്ളൂ. സോ 82% ക്വസ്റ്റ്യൻസും തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കിത് അറിയാമെങ്കിൽ വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻഡെപ്ത് സ്റ്റഡിയിലേക്ക്, ഇപ്പോൾ കേരള PSC ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് പഠിക്കുന്നത് പോലെയുള്ള ഇൻഡെപ്ത് സ്റ്റഡിയിലേക്ക് പോകുന്നത് എപ്പോഴും നല്ലതാണ്, നമ്മുടെ പക്കൽ അതിനുള്ള സമയമുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ അനാലിസിസിൻ്റെ ബേസിൽ ചെയ്യേണ്ടത് എല്ലാ ഏരിയയും കവർ ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ച് ഒന്നും പഠിക്കാതിരുന്നാൽ പോരാ. കഴിഞ്ഞ തവണത്തെ എക്സാമിൻ്റെ ലെവലായിരിക്കില്ല ഈ പ്രാവശ്യം, ലെവൽ കുറച്ചും കൂടി മുകളിലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു സ്റ്റെപ്പ് ഹെഡായിട്ട് നിന്നിട്ടുള്ള പ്രിപ്പറേഷൻസ് വേണം എപ്പോഴും നടത്താൻ. എങ്കിലും നമ്മൾ ചെയ്യേണ്ടത് ഡിഗ്രി ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന പോലെ അത്രയും ഡെപ്തിലേക്ക് പോവാം സമയമുണ്ടെങ്കിൽ. സമയമില്ലാത്ത സ്ഥിതിക്ക് എല്ലാ ഏരിയയും കവർ ചെയ്തതിന് ശേഷം പിന്നെ ആഡ് ഓൺ ആയിട്ട് നിങ്ങൾ ഓരോ പോർഷൻ്റെയും നിങ്ങളുടെ കോൺസെപ്റ്റുവൽ നോളജ് ബിൽഡ് ചെയ്യുന്ന രീതിയിൽ സ്റ്റഡീസ് പ്ലാൻ ചെയ്യുക. അല്ല ആദ്യമേ ഒരു പോർഷൻ എടുത്തു വെച്ച് അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ആദ്യത്തെ 30 ദിവസം കൊണ്ട് ഒരു മൊഡ്യൂൾ പഠിച്ചു തീർക്കുന്ന രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി അല്ല ഇനിയുള്ള 60 ഡേയ്സ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. നമ്മൾ പരമാവധി ഏരിയാസ് ആദ്യം കവർ ചെയ്യുക. കവർ ചെയ്തതിന് ശേഷം തിരികെ വന്നിട്ട് ഓരോ പോർഷനിലും ഉള്ള നിങ്ങളുടെ കോൺസെപ്റ്റുവൽ നോളജ് ഇംപ്രൂവ് ചെയ്യുക, ആഡ് ഓൺ ചെയ്യുക. അതിലേക്ക് എക്സ്ട്രാ നോളജ് നിങ്ങൾ ഓരോ പോർഷനിലേക്കും ആഡ് ചെയ്യുക. ആ രീതിയിലുള്ള ഒരു പ്രോപ്പർ സ്റ്റഡി പ്ലാനിൽ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ്, ഈ അനാലിസിസ് ഒക്കെ നമ്മൾ പറഞ്ഞത് വെറുതെ ബ്ലൈൻഡ് ആയിട്ട് പറഞ്ഞല്ല. കഴിഞ്ഞ RRB എക്സാമിന് ചോദിച്ച, JEE എക്സാമിന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് കാണാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തിൻ്റെ ബേസിലാണ് പറഞ്ഞതെന്ന് അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമാകും. നോക്കൂ, വളരെ സിമ്പിളായിട്ടുള്ള ബേസിക് ഡെഫിനിഷൻ ആൻഡ് ടേംസ് എൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ആൻ ആക്റ്റീവ് ഡിവൈസ്. തന്നിരിക്കുന്നതിൽ ആക്റ്റീവ് ഡിവൈസ് ഏതാണ്, എന്താണ് ആക്റ്റീവ് ഡിവൈസ് എന്ന് അറിയാമെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ആൻ ഇലക്ട്രോണിക് കമ്പോണന്റ് കൺസിസ്റ്റിംഗ് ഓഫ് 2 conductor plates separated by empty space and capable of storing certain amount of electrical charge. അതായത് 2 കണ്ടക്ടർ പ്ലേറ്റ്, അതിൻ്റെ ഇടയ്ക്ക് ഒരു എംറ്റി സ്പേസ്, എന്നിട്ട് ഈ ഡിവൈസ് കുറച്ച് ഇലക്ട്രിക്കൽ ചാർജ് സ്റ്റോർ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആൾ. അങ്ങനെയുള്ള ഡിവൈസ് ആരാണ്? കപ്പാസിറ്റർ. സോ ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻസും ഇങ്ങനെ ബേസിക് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണോ? അല്ല. ഇവിടെ നോക്കിയേ, ഈ ക്വസ്റ്റ്യൻസും സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, ബേസിക് സർക്യൂട്ട്സ് ഓർ ഇക്വേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. ഒരു ബ്രിഡ്ജ് റെക്ടിഫയറിനകത്ത് എത്ര ഡയോഡ് ഉണ്ട് എന്നാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ എത്ര ഡയോഡ് ഉണ്ട് ബ്രിഡ്ജ് റെക്ടിഫയറിനകത്ത്? 4 ഡയോഡ്. അത് സർക്യൂട്ട് അറിയാമെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ കഴിയും. നോക്കിയേ, 2 കപ്പാസിറ്റേഴ്സ് തന്നിട്ടുണ്ട്, 4 പൈക്കോഫാരഡ്. അവരെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ കപ്പാസിറ്റൻസ് എത്ര, അത് നമുക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റും. അതൊക്കെ നമ്മൾ +2 ലെവലിൽ തന്നെ പഠിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമുക്ക് ഫോർമുല ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും ഇങ്ങനെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണോ? അല്ല. പക്ഷെ ഫോർമുല അറിയാമെങ്കിൽ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. ദ നമ്പർ ഓഫ് ബൂളിയൻ എക്സ്പ്രഷൻസ് ഫ്രം 4 വേരിയബിൾ. ഒരു 4 വേരിയബിൾ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്ന പരമാവധി ബൂളിയൻ എക്സ്പ്രഷൻസിന്റെ എണ്ണം എത്രയാണ്? പക്ഷെ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ അറിയണമെങ്കിൽ ഇതിൻ്റെ ഫോർമുലയായ 2⁻2⁴ എന്നുള്ള കാര്യം നിങ്ങൾ അറിയാമെങ്കിൽ മാത്രമേ ഇത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഫോർമുല അറിയാമെങ്കിൽ ഇതിന് ഒരു 5 or 6 seconds മാത്രമേ ഇത് സോൾവ് ചെയ്യാൻ എടുക്കുള്ളൂ. അതുപോലെ ഇവിടെ നോക്കിയേ, ദ നമ്പർ ഓഫ് അൺയൂസ്ഡ് സ്റ്റേറ്റ്സ് ഇൻ എൻബിഗ് ജോൺസൺസ് കൗണ്ടർ. ഇത് ഫോർമുല ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്, 2⁻n-2n. പക്ഷെ ഇതൊക്കെ ജോൺസൺസ് കൗണ്ടർ എന്താണെന്നും അതിനകത്തെ അൺയൂസ്ഡ് സ്റ്റേറ്റ്സ് എത്രയാണെന്നും അറിയാമെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ ഈ ഫോർമുലയൊക്കെ നമ്മൾ നേരത്തെ പഠിക്കുന്ന പോലെ 2 കപ്പാസിറ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ അല്ലെങ്കിൽ അവർ പാരലായിട്ട് കണക്ട് ചെയ്താൽ നെറ്റ് കപ്പാസിറ്റൻസ് എത്രയാണ് എന്നുപോലെ അത്ര സിമ്പിൾ ആയിട്ടുള്ള ഫോർമുല അല്ല. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിച്ചെങ്കിൽ മാത്രം നിങ്ങളുടെ മനസ്സിലേക്ക് എത്തുന്ന ടൈപ്പ് ഫോർമുല ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഈ കാണുന്നത്. നമുക്ക് എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഇതിനകത്തുണ്ട്. ഇവിടെ നോക്കിയേ,
ഇനി നമുക്ക് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതൊരു കൗണ്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ചെയ്യാൻ വളരെ കുറച്ച് സമയം മാത്രമേ എടുക്കുകയുള്ളൂ, പക്ഷേ അത് സോൾവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം. ഇവിടെ നോക്കി, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ന്യൂമറിക്കലാണ്. ഒരു സൗണ്ട് വേവിന്റെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 2 സെക്കൻഡ് കൊണ്ട് ആ സൗണ്ട് വേവ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഫ്രീക്വൻസിയും വേവ് ലെങ്തും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കാം. v=f λ. വെലോസിറ്റി അറിയാമെങ്കിൽ പിന്നെ 2 സെക്കൻഡ് കൊണ്ട് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസും കണ്ടുപിടിക്കാം. സോ ഇറ്റ്സ് എ സിമ്പിൾ ന്യൂമറിക്കൽ. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കുന്നുണ്ട്. ഇവിടെ നോക്കി, ഇത് ഇച്ചിരി അഡ്വാൻസ്ഡ് ലെവൽ ക്വസ്റ്റ്യൻസും ചോദിക്കുന്നുണ്ട്. ദ നമ്പർ ഓഫ് 1 ഡിജിറ്റ് പ്രസന്റ് ഇൻ ദ റെപ്രസെന്റേഷൻ ഓഫ് ഒരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. ഇതിനെ ബൈനറിയിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ അതിനകത്ത് എത്ര 1കൾ ഉണ്ട് എന്നുള്ള ക്വസ്റ്റ്യൻ. ഇത് എഞ്ചിനീയറിംഗ് സർവീസ് എക്സാമിനേഷന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അങ്ങനെയുള്ള അഡ്വാൻസ്ഡ് ലെവൽ ക്വസ്റ്റ്യൻസും വളരെ കുറച്ചാണെങ്കിലും ചോദിക്കുന്നുണ്ട്. ഇത് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ നോക്കിയേ, ഇത് നമുക്ക് 48 സെക്കൻഡ് കൊണ്ട് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഇത് ചെയ്യണമെങ്കിൽ കുറച്ചധികം സമയം എടുക്കും. അല്ലെങ്കിൽ ഇതിനുള്ള ഷോർട്ട് കട്ട്സ് ഉണ്ട്, അത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അത് ശ്രദ്ധിച്ച് കേട്ടാൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാവും. ഇനി ഇവിടെ നോക്കിയേ, വിച്ച് ഓഫ് ദി ഫോളോയിങ് പെയർ ഈസ് ഒക്ടൽ ആൻഡ് ബൈനറി നമ്പേഴ്സ് ആർ നോട്ട് ഈക്വൽ. തന്നിരിക്കുന്നതിൽ ഏത് പെയറിലാണ് ഒക്ടലും ബൈനറി നമ്പറും ഈക്വൽ അല്ലാത്തത്? അപ്പൊ ഇതും ടൈം കൺസ്യൂമിംഗ് ആണ്. കാരണം ഇതിൽ ഓരോന്നും നിങ്ങൾ നോക്കണം, ഏതാണ് ഈക്വൽ അല്ലാത്തത് എന്ന് അറിയണമെങ്കിൽ ഓരോന്നും ചെക്ക് ചെയ്യണം. അതൊരു ടൈം കൺസ്യൂമിംഗ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ന്യൂമറിക്കൽസിൽ ചോദിക്കാറുണ്ട്, പക്ഷെ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കാറുള്ളൂ. ഇനി നോക്കിയേ, കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യണമെങ്കിൽ നിങ്ങൾ വ്യക്തമായിട്ട് അതിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായാൽ മാത്രം ചെയ്യാൻ കഴിയുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതായത് കോൾപിറ്റ്സ് ഓസിലേറ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നോക്കൂ, ഫ്രീക്വൻസി ഡിവിഷൻ ആൻഡ് ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിങ്, അവരുടെ രണ്ടുപേരുടെയും വ്യത്യാസം എന്താണ് എന്നാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അതിന് നിങ്ങൾ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിങ് എന്താണെന്ന് അറിയണം, ഒപ്പം TDM എന്താണെന്നും അറിയണം. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. PAM സിഗ്നൽസ് എങ്ങനെയാണ് ഡീമോഡുലേറ്റ് ചെയ്യുന്നത്, ഏത് ഫിൽട്ടർ ആണ് ഉപയോഗിക്കുന്നത്, ദാറ്റ് ഈസ് ഓൾസോ കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ. ഇനി ഇവിടെ നോക്കിയാൽ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറിൽ കൺവേർഷൻ ടൈം ഒരു ബിറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കൺവേർഷൻ ടൈം ഡബിൾ ആവുന്ന ADC ഏതാണ് എന്നുള്ള ക്വസ്റ്റ്യൻ. ചിലപ്പോൾ ADCയിൽ നിന്ന് ആകെ ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതായിരിക്കും, പക്ഷേ ഇതൊരു നല്ല കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ADCയുടെ വർക്കിംഗ് അറിയാമെങ്കിൽ, അതിന്റെ കൺവേർഷൻ ടൈമിന്റെ ഇക്വേഷൻ അറിയാമെങ്കിൽ മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇത് നോക്കി, ഇനി ഒരു അനലിറ്റിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. C പ്രോഗ്രാമിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ മൈക്രോ പ്രൊസസ്സറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നു. ഈ ക്വസ്റ്റ്യന്റെ പ്രത്യേകത ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. കമ്പയർ B എന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻ നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുകയാണ്. നിങ്ങളുടെ അക്യൂമുലേറ്റർ ആയ A രജിസ്റ്ററിലെ വാല്യൂ B രജിസ്റ്ററിനേക്കാൾ കുറവാണ്. അങ്ങനെയാണെങ്കിൽ ആ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ ടു ഇറ്റ്സ് ക്യാരി ഫ്ലാഗ് ആൻഡ് സീറോ ഫ്ലാഗ്? എന്താണ് ക്യാരി ഫ്ലാഗിനും സീറോ ഫ്ലാഗിനും സംഭവിക്കുന്നത്? ഇതറിയണമെങ്കിൽ കമ്പയർ ഇൻസ്ട്രക്ഷൻ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ള കാര്യം അറിയണം. ഒപ്പം അതിനനുസരിച്ച് എന്തൊക്കെ ചേഞ്ചസ് ആണ് ഈ ഫ്ലാഗുകൾക്ക് ഉണ്ടാകുന്നതെന്ന് നിങ്ങൾ അനലൈസ് ചെയ്യണം. അങ്ങനെ അനലിറ്റിക്കൽ ബേസ്ഡ് ഇറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ആ ടൈപ്പ് ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. സിമ്പിൾ ആണ് എന്ന് പറഞ്ഞെങ്കിലും അത്ര സിമ്പിൾ ആയിട്ട് അല്ലാത്ത ക്വസ്റ്റ്യൻസും ഇതിനകത്തുണ്ട്. പക്ഷെ മെജോറിറ്റി ക്വസ്റ്റ്യൻസും വളരെ വ്യക്തമായിട്ട് നമുക്ക് വളരെ എളുപ്പം ആൻസർ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ പ്രാവശ്യം എക്സാമിന്റെ ലെവല് ഒരു പടി കൂടി മുകളിലേക്ക് ഉയരുവാണെങ്കിൽ നമ്മൾ നമ്മുടെ പ്രിപ്പറേഷനും അതിനനുസരിച്ച് ഉയർത്തിയേ മതിയാകൂ. എക്സാമിന്റെ ലെവൽ ഉയരാനുള്ള സാധ്യത 99% ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയും നിങ്ങൾ ഉയർത്തിയേ മതിയാകൂ. എന്ന് വെച്ച് 60 ദിവസമേ നമ്മുടെ കയ്യിലുള്ളൂ. അതിനനുസരിച്ച് വേണം പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇവിടെ നോക്കൂ, ഇനി നമുക്ക് മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. ഇവിടെ നോക്കൂ, ഇതിൽ ഏത് IC ആണ് യൂണിവേഴ്സൽ ഷിഫ്റ്റ് രജിസ്റ്റർ ആയിട്ട് ഉപയോഗിക്കുന്നത്? ഇത് നമുക്ക് ഓർത്തു വെക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒരു മാർഗ്ഗവുമില്ല. ഈ IC നമ്പർ, ഏത് IC ആണ് യൂണിവേഴ്സൽ ഷിഫ്റ്റ് രജിസ്റ്റർ ആയിട്ട് ഉപയോഗിക്കുന്നത്? IC നമ്പർ അറിയാമെങ്കിൽ മാത്രമേ നമുക്കിത് ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ ലെവലിലുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. ഇത് നിങ്ങൾ എങ്ങനെയാണ്, അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിലാണ് നമ്മൾ ഈ അനാലിസിസ് നടത്തിയത്. എങ്ങനെയാണ് ഇതിനെ പ്രിപ്പറേഷൻ ചെയ്യേണ്ടത്? അപ്പോൾ 60 ദിവസം നമ്മുടെ മുന്നിലുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാംസ് എല്ലാം അറ്റൻഡ് ചെയ്യുക. പ്രോപ്പറായിട്ട് നിങ്ങളൊരു ഫണ്ടമെന്റൽസ് ബിൽഡ് ചെയ്തെടുക്കുക. പരമാവധി കഴിയുന്ന സമയത്തിനുള്ളിൽ പരമാവധി ഫണ്ടമെന്റൽസ് ബിൽഡ് ചെയ്തെടുക്കുക. കോൺസെപ്റ്റ് ക്ലാസ്സസ് പരമാവധി കേൾക്കുക. ഒപ്പം RRB-JEE സ്പെസിഫിക് ആയിട്ടുള്ള മൊഡ്യൂൾസ് നമ്മൾ അവതരിപ്പിക്കുന്നുണ്ടാവും. ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന്റെ കാര്യം ഞാൻ പറഞ്ഞു. നിങ്ങൾ
ഇൻ ഡെപ്ത് കമ്മ്യൂണിക്കേഷൻ സബ്ജക്റ്റ് പഠിക്കാൻ തുടങ്ങുകയാണെങ്കിൽ അതിന് മാത്രം ഒരു 60 അവർ വേണ്ടി വരും. അതിന് പകരം നമുക്ക് വളരെ കൂടുതൽ വെയിറ്റേജ് ഉള്ള ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ വളരെ ക്രിസ്പായിട്ട് കമ്മ്യൂണിക്കേഷൻ്റെ ക്ലാസ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരും. അപ്പോൾ അങ്ങനെയുള്ള RRB JEE മൊഡ്യൂൾസ് വരും, അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഒപ്പം PYQ സീരീസ് നമ്മൾ നിങ്ങൾക്ക് തരും, അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. ദെൻ പ്രാക്ടീസ് ത്രൂ ക്വസ്റ്റ്യൻസ്. ഈ മാർഗങ്ങളിലൂടെയൊക്കെയാണ് നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. ഇവിടെ നോക്കൂ, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്, ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളുടെ ഒരു കൺക്ലൂഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മോസ്റ്റ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഉള്ള ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്യുക, എങ്ങനെ PYQ അനലൈസ് ചെയ്ത്. അതുപോലെ വെയിറ്റേജ് അനുസരിച്ച് ഓരോ ടോപ്പിക്കിനെയും ഫോക്കസ് ചെയ്യുക. കൂടുതൽ വെയിറ്റേജ് ഉള്ളിടത്ത് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. അതുപോലെ ക്വിക്ക് റിവിഷൻ, ഓരോന്നും പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു റെഗുലർ ഇൻ്റർവെല്ലിൽ ഒരു ക്വിക്ക് റിവിഷൻ നടത്തുക. ആ സമയത്ത് അതിനകത്ത് ഉള്ള ഇമ്പോർട്ടൻറ്റ് ടിപ്സ് ആൻഡ് ട്രിക്സ് എല്ലാം ഓർത്തിരിക്കുക. അതുപോലെ നമ്മുടെ ടെസ്റ്റ് സീരീസ് ഫ്രീക്വൻ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക, ആൻസർ ചെയ്യുക ക്വസ്റ്റ്യൻസ്. എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് നോക്കൂ. ഇമ്പോർട്ടൻ്റ് ഏരിയാസ്, റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ഏരിയാസിൽ നിന്നാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. RRBയുടെ PYQ ഐഡൻറ്റിഫൈ ചെയ്യുക, കേരള PSC ക്വസ്റ്റ്യൻസ് ഐഡൻറ്റിഫൈ ചെയ്യുക, DMRC ക്വസ്റ്റ്യൻസ് ഐഡൻറ്റിഫൈ ചെയ്യുക, ഒപ്പം അതർ സ്റ്റേറ്റ് PSC ക്വസ്റ്റ്യൻസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ടെസ്റ്റ് സീരീസ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ ആ ടെസ്റ്റ് സീരീസ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇനി RRB സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇലക്ട്രോണിക് കമ്പോണൻസ് ആൻഡ് മെറ്റീരിയൽസിൽ ജോയിൻറ്റിങ് ആൻഡ് ക്ലീനിങ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ അത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് RRBക്ക് മാത്രം കണ്ടുവരുന്ന ചില ടോപ്പിക്കുകളാണ്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ഇവിടെ ചോദിക്കാറുണ്ട്. ഇനി RRBക്ക് പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട്, CBT 2ന് പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി എല്ലാ വർഷങ്ങളും, ഇനി വരുന്ന ഓരോ വർഷവും RRB JEE എക്സാം ഉണ്ടായിരിക്കുന്നതാണ്. സോ ഇതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നെക്സ്റ്റ് ഇയറിലേക്കും അതിന് പിന്നീടുള്ള എക്സാമുകളിലേക്കുമുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഈ പ്രിപ്പറേഷൻ. ഒപ്പം ടെക്നിക്കൽ എക്സാംസ്, കേരള PSC ടെക്നിക്കൽ എക്സാംസ്, ഇലക്ട്രോണിക്സിൻ്റെ കുറേയധികം എക്സാംസ് ഉടനെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ ഓൾറെഡി അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കണ്ടു കാണും. ഓവർസിയർ വരുന്നുണ്ട്, ഇലക്ട്രോണിക് അസിസ്റ്റൻറ്റ് PWD ഇലക്ട്രോണിക് അസിസ്റ്റൻറ്റിൻ്റെ എക്സാം വരുന്നുണ്ട്, ലെക്ചറർ ഇൻ പോളിടെക്നിക് ഇലക്ട്രോണിക്സിൻ്റെ എക്സാം വരുന്നുണ്ട്, ഒപ്പം PWD AE എക്സാം വരുന്നുണ്ട്. ഇങ്ങനെ വരുന്ന ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൻ്റെ എക്സാംസ് 2025-26 കേരള PSC എക്സാംസിനെല്ലാം ഒരു ഫൗണ്ടേഷൻ എന്ന നിലയിൽ നിങ്ങൾക്ക് ഈ കോഴ്സിനെ കാണാൻ കഴിയും. സോ ഇതൊരു ഗുഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ RRB JEEക്ക് ഉപയോഗിക്കാം. ഇനി വരുന്ന ഈ അപ്കമിങ് എക്സാംസിനെല്ലാം ഉള്ള ഒരു ഗുഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആയി നിങ്ങൾ ഈ 60 ഡേയ്സിനെ കാണുക. മാക്സിമം ടൈം ഇൻവെസ്റ്റ് ചെയ്ത് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്ത് പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു.